നാദാപുരത്തിൻ്റെ വിളി വികാരമുള്ള ചോരയും നീരുമുള്ള ഒരൊറ്റ മുസ്ലിം ലീഗുകാരനും അത് ചെവിക്കൊള്ളാതിരിക്കാൻ സാധിക്കൂല എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഞങ്ങളൊക്കെ ഈ നേതാക്കളൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. പറഞ്ഞ വളരെ കറക്റ്റാണ്. എത്ര ത്യാഗം സഹിച്ച് പടുത്തുയർത്തിയ ഈ ഓഫീസ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്ത് തുടങ്ങി ഇപ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി അവസാനം നല്ല നിലയിലൊരു ഉദ്ഘാടനം എന്നുള്ള അവരുടെ സ്വപ്നം, അതിന് പ്രതിബന്ധം തടസ്സം ഓരോന്നായി വന്ന് ഞാനത് നോക്കിക്കണ്ടതാണ്. അവരിവിടെ വിശദീകരിച്ചതൊക്കെ ശരിയാണ്. അവസാനം വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതിരുന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വെക്കുകയും ചെയ്തു. ഏതായാലും ശരി, തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ ഇന്ന് അവിടെ പരിപാടി വെച്ച ദിവസം തന്നെ ആയി. പക്ഷെ ഒരു രക്ഷയില്ല. നാദാപുരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുക അല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, ഈ നേതാക്കന്മാർ, നിങ്ങളൊക്കെ ഈ കാരണവന്മാരൊക്കെ അനവധി ആ തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് വളർന്നവരാണ്. പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളായ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. ഞാൻ ഈ പ്രദേശത്ത് ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോഴും കേൾക്കുന്നത് കേസുകളും അതുപോലെ തന്നെയുള്ള നിരവധി പ്രശ്നങ്ങളും. ഒരു ജീവിതകാലം മുഴുവൻ പൊതുജീവിതത്തിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ കാലത്ത് ഈ തളിപ്പറമ്പിൽ പഠിച്ച് സസ്യത്തിൽ പഠിച്ച് ഇവിടെയൊക്കെ നടക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ, കണ്ണൂർ ജില്ലയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളും മുഴുവനുള്ള ഭാഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. എന്നും ഒരേ ഊർജ്ജസ്വലതയോടെ, എന്നും ഒരേ ആവേശത്തോടെ, ദേശത്തും വിദേശത്തും നാട്ടിലും പുറത്തും എല്ലായിടത്തും തലമുറകൾ മാറുക എന്നല്ലാതെ ഒരു ഇഞ്ച് പിറകോട്ട് പോകാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ കിട്ടുകയില്ല. അത് കൊടുവാളാവട്ടെ കത്തിയാവട്ടെ എന്തായാലും ആ തരത്തിലുള്ള ഊരിപ്പിടിച്ച കത്തിയുടെ മുമ്പിൽ, വാളിൻ്റെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒക്കെ നെഞ്ചുറപ്പോടെ നെഞ്ചൂക്കോടെ നിന്ന് നിങ്ങൾ നീങ്ങുന്നത് ഞങ്ങളൊക്കെ കണ്ടതാണ്. ശിഹാബ് തങ്ങളുടെ കാലത്തും അതുപോലെ തന്നെ പിന്നീടുള്ള പതിറ്റാണ്ടുകളിലുമൊക്കെ നമ്മളത് കണ്ടതാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ വന്നുപോയ ചില സംഭവവികാസങ്ങളും ഓളങ്ങളും അതുപോലെ തന്നെ തിരമാലകളും അതിൻ്റെ കഥകളുമൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതൊക്കെ അതിജീവിച്ചും പ്രസ്ഥാനം നിലനിർത്തി സുശക്തമായി ആ ദീപശിഖ തലമുറ മാറാതെ, തലമുറ മാറിയാലും അതിൻ്റെ ദീപശിഖ അണയാതെ കെട്ടുറപ്പോടെ ഇന്നും കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയാണത് നമുക്കറിയാം. സമൂഹത്തിന് വേണ്ടിയാണ്, ഇസ്സത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, ധൈര്യത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി ഈ ഓഫീസ് എന്തിനാണ്? ഇവിടെ അന്തസ്സോടെ ജീവിക്കാൻ കെട്ടുറപ്പോടുകൂടി ഒരു സംഘടന നിലനിർത്തിയാൽ മാത്രമേ, ആ വോയിസിന് മാത്രമേ വിലയുള്ളൂ. സമ്പാദ്യം വിദേശത്ത് പോയി ഉണ്ടാക്കാം, അത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. സമ്പാദിക്കാൻ അറിയാവുന്നവർ ഈ വേദിയിലുണ്ട്, സ്റ്റേജിലുണ്ട്, പുറത്തുണ്ട്. പക്ഷെ അവരുടെ സമ്പാദ്യം എല്ലാവർക്കുമായി ഷെയർ ചെയ്തുകൊണ്ട് സാമൂഹ്യ ജീവിയായി സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് മൊത്തത്തിൽ വേണ്ടിയും നാടിന് വേണ്ടിയും തങ്ങളുടെ സമ്പാദ്യം ചെലവഴിച്ച്, തങ്ങളുടെ സമയം ചെലവഴിച്ച്, തങ്ങളുടെ ആരോഗ്യം ചെലവഴിച്ച്, ഓരോ നിമിഷവും ചെലവഴിച്ച് അങ്ങനെ പോകുന്നവരാണ് ഈ നാട്ടുകാർ. അവരെ യാതൊരു വിധത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ കഴിയില്ല എന്നവരെ ഇടക്കിടക്ക് തെളിയിക്കും. അതവരെ ഇടക്കിടക്ക് തെളിയിക്കും. വർഗീയത പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്നവർ ഇടക്കിടക്ക് തെളിയിക്കും. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞത്, ഷാഫി കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ മതേതരത്തിൻ്റെ പ്രതീകമായി ഈ വടകരയിലും പ്രദേശത്തുള്ള ജനങ്ങൾ ഊട്ടിയെടുത്ത പ്രതിപുരുഷനാണ് നമ്മുടെ ഷാഫി ഇവിടെ സന്നിഹിതനായിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നുണ്ടായി. അതിൻ്റെ പ്രതിപുരുഷൻ വർഗീയത ആളിക്കത്തിച്ചിട്ട് പോലും നമ്മുടെ മതേതരത്വത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. കേരളം കണ്ടു അത്. എല്ലാ പ്രദേശത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കൽ ആന്റണി ആയിരുന്നു. ഒരൊറ്റ വോട്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന്
10,000-കണക്കിന് വോട്ടിന് അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ചരിത്രം മുസ്ലിം ലീഗുകാർക്ക് ഇന്നും അത് തുടരുന്നു എന്നുള്ളത്, ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കാഫിർ പ്രയോഗത്തെ മറികടന്നുകൊണ്ട് നമ്മൾ വീണ്ടും തെളിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. കാലം കുറേ മാറിയില്ലേ, ദശകങ്ങൾ കുറേ കഴിഞ്ഞില്ലേ? പക്ഷെ മുസ്ലിം ലീഗുകാരൻ്റെ ആവേശവും ആദർശവും ഒരിറ്റ് താഴോട്ട് പോകുന്നില്ല, പോകുകയുമില്ല, ഒരിക്കലും പോകുകയും. അതാണ് ഈ ഓഫീസ് പടുത്തുയർത്തിയത്. ആ ആവേശത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാനിന്ന് വന്നത്. വല്ല വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിന്ന് ഒഴിഞ്ഞിട്ടുണ്ടാവും. കാലാവസ്ഥ പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല, തെരഞ്ഞെടുപ്പ് പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല, അതുപോലെ തന്നെ വല്ലം പറഞ്ഞു നോക്കി. പക്ഷേ പ്രവർത്തകന്മാരുടെ ആ ആവേശമാണ്, അതൊരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി സമൂഹത്തിന് ഈ നാട് നൽകുന്ന വലിയ സംഭാവനയാണ്. ഞങ്ങൾ പോരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. റസാഖ് മാഷുണ്ട്, ഇസ്മായിലുണ്ട്, പാറക്കലുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാരെല്ലാവരും. ഞങ്ങൾ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെയുള്ള സുബൈറുണ്ട്, പാണിമേലുണ്ട്, അതുപോലെ തന്നെ ബാക്കി നേതാക്കന്മാരുണ്ട്, സൂപ്പിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഒരു കഥ, ഒരേ കഥ തന്നെയാണ്. പഴയകാല സംഭവവികാസങ്ങൾ എത്ര സ്ഥൈര്യത്തോടും ധൈര്യത്തോടും കൂടിയാണ് നാട്ടിൽ അക്രമത്തിനെ ചെറുത്തുകൊണ്ട് നമ്മൾ നിന്നത്. അക്രമത്തെ ചെറുത്തുകൊണ്ട് നിന്നു എന്ന് മാത്രമല്ല, ആ അക്രമത്തെ ഒരു ഘട്ടത്തിൽ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞതിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിമാനം. എല്ലാ നേതാക്കന്മാരും കഴിഞ്ഞതിന് ശേഷം ബസീർ പുന്നക്കലുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഞാൻ ആരെയും അഭിസംബോധന ചെയ്യല്ല, പക്ഷേ ഓർമ്മിപ്പിച്ച് അവരൊക്കെ ഇതിനൊക്കെ സാക്ഷി ആയവരാണ്. സമാധാനം ഈ നാട്ടിൽ വരണം എന്നാണ് നമ്മുടെ നെയ്യത്ത്. ആ കാലത്ത് അക്രമം കൊടികുത്തി വാഴുമ്പോൾ വലിയ കലാപം കത്തി ജ്വലിച്ച് നിൽക്കുമ്പോൾ മയ്യത്തെടുക്കാൻ പോലും ആളുകൾ മടിച്ചു നിൽക്കുന്ന, പേടിക്കുന്ന ഒരു സമയത്ത്, ഭീകരമായ സമയത്ത്, ചുറ്റും തീ ആളുന്ന സമയത്ത് സമാധാനത്തിൻ്റെ ജാഥ നടത്തിക്കൊണ്ട് നാട്ടിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, നമ്മളാണ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സൃഷ്ടിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കഥയാണ്, ഒരേടാണ്. ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ടായ, നാദാപുരത്തും പരിസരത്തും ഒക്കെ ഉണ്ടായ പല ഭാഗങ്ങളിലും പിന്നീടും തുടർന്ന, ഇവിടെ പരാമർശിച്ചല്ലോ സ്വാഗത പ്രസംഗത്തിൽ, നഷ്ടപരിഹാരം കൊടുക്കണം. നിരപരാധിയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ, സ്വത്ത് നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ് എന്ന് കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആന കുത്തിയാലും ഒന്നുമില്ല, പുലി പിടിച്ച് തിന്നാലും ഒന്നുമില്ല. അതും ഭരണക്കാർ തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കുകയാണ്, പച്ചക്ക് പിടിച്ച് മനുഷ്യനെ പുലി തിന്നോ? തിന്നു. ഒരു ദിവസത്തെ വാർത്ത കഴിഞ്ഞു. ആന കുത്തിയാലും ഒന്നുമില്ല. നമ്മളെ സമയത്ത് ഒരു നല്ല റോഡുണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുതിർന്നപ്പോൾ എക്സ്പ്രസ് ഹൈവേ, ഇപ്പൊ കാണുന്ന ഹിമാലയൻ മതിൽ പോലത്തെ റോഡല്ല, ചൈനയിലെ വൻമതിൽ പോലത്തെ റോഡല്ല. നാട്ടുകാർക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഒരുപോലെ ശല്യമില്ലാത്ത തരത്തിൽ മനോഹരമായ വിധത്തിൽ നമ്മളൊരു റോഡ് പ്ലാൻ ചെയ്തപ്പോൾ അതിനെതിരെ സമരം ചെയ്തു, അതില്ലാതാക്കി. എന്നിട്ട് അവസാനം കാണാത്തോൻ കണ്ടപ്പോൾ കെട്ടിയ റോഡ് കണ്ടില്ലേ, ഇപ്പം മനുഷ്യന് അക്കരെ കിടക്കാനും വയ്യ, ഇക്കരെ കിടക്കാനും വയ്യ. ആ റോഡാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ വലിയ ഭീഷണിയായും ചെയ്തു. റോഡ് വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കള്ളത്തരത്തിൻ്റെ ഊക്കാണ്. ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റിയാണല്ലോ ആ കണ്ടത്. നാട്ടിൽ നടക്കുന്നത് എന്താ? കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് ഇന്ത്യ രാജ്യത്തും ഈ സംസ്ഥാനത്തുമൊക്കെ നടക്കുന്നത് എന്താ? മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് നാടറിഞ്ഞിരുന്നത് നല്ല നല്ല നിയമങ്ങൾ പാസ്സാക്കിയതിനാണ്. തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ഭക്ഷണം ഉറപ്പ്, അത്തരം നിയമങ്ങൾ പാസ്സാക്കി പേരെടുത്താണ് സോണിയാഗാന്ധിയുടെ ഗവൺമെൻറ് പോയിരുന്നത്. ഇപ്പോഴോ വഖഫ്,
അതുപോലെ തന്നെ വ്യക്തി നിയമം, പൗരത്വം നിഷേധിക്കൽ, കുപ്രസിദ്ധമായ നിയമങ്ങൾ കൊണ്ട്, ഏകാധിപത്യം കൊണ്ട് ഒരു ഗവൺമെൻറ് നാടിനെ മുടിച്ചുകൊണ്ടിരിക്കും. നമുക്കിതിൽ നിന്നൊക്കെ മോചനം വേണം. ആ മോചനത്തിന് വേണ്ടി തങ്ങളുടെ പങ്ക് വഹിച്ചവരാണ് ഈ നാട്ടുകാർ. ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ഷാഫിയെ പോലെയുള്ള ആളെ തിരഞ്ഞെടുത്തയച്ചു, മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അതുപോലെ അയച്ചു. നിയമസഭയിലേക്കും നമുക്കത് ആവർത്തിക്കേണ്ടതുണ്ട്. അതിനേറ്റവും വലിയ ഒരു പരീക്ഷ സെമി ഫൈനലാണ് നിലമ്പൂർ. ആ തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് വരുന്നു. തെരഞ്ഞെടുപ്പുകൾ വരട്ടെ, ജയിക്കട്ടെ, തോൽക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. മുസ്ലിം ലീഗിൻ്റെ സംഘടിത ശക്തി തമർത്താൻ ആരെ കൊണ്ടും കഴിയില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ജയിക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മൾ ജയിക്കും. നമ്മുടെ നല്ല കാലം തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ് നമ്മൾ തിരിച്ചു കൊണ്ടുവരും, യാതൊരു സംശയവും. അതിനുവേണ്ടിയാണ് സംഘടന കെട്ടുറപ്പോടെ ശക്തിയായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ ഓഫീസിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആ ഓഫീസ് ഉദ്ഘാടനവും അതിൻ്റെ ഔപചാരിക ചടങ്ങുകളൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളും റഷീദ് അലി തങ്ങളും, അതുപോലെ തന്നെ യോഗത്തിൽ ഇന്ന് ഉജ്ജ്വല പ്രസംഗം ചെയ്യാൻ ഇവിടെ കെ എം ഷാജിയുണ്ട്, അതുപോലെ ഇവിടെ പ്രാസംഗികരൊക്കെ ഉണ്ട്. ഈ വേദിയിൽ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും അത്യാവശ്യം പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഉണ്ട്, ഒരു കുറവും വരൂല എന്ന് ഉറപ്പാണ്. ഏതായാലും ഈ സമ്മേളനത്തിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിൽ ഒരു ഉപഹാര സമർപ്പണം നടത്തുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായി നിയമിതനായ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭമായ പ്രിയപ്പെട്ട CK സുബൈർ സാഹിബിനോ ശാഖ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്നേഹോപഹാരം വേദിയിൽ വെച്ചുകൊണ്ട് നൽകുകയാണ്. യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അടികൊള്ളാനും വെടികൊള്ളാനും പിടിക്കപ്പെട്ട ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അഗസ്ഥിത പീഡിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ സമ്മാനിച്ച പ്രിയങ്കരനായ നേതാവ് CK സുബൈർ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോ വേദിയിൽ വെച്ചുകൊണ്ട് ഉപഹാരം നൽകുകയാണ്. ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരളീയ രാഷ്ട്രീയ ഗോതയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സൂത്രധാരൻ, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ദുർഘട വീതികളിലെ സമവായത്തിൻ്റെ വക്താവ്, കേരളത്തിൻ്റെ സർക്കാരില്ലാത്ത നേതാവ് ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശാഖ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്നേഹോപഹാരം വേദിയിൽ വെച്ചുകൊണ്ട് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി മാറിയ ലഹരിക്കെതിരെ ഫസൽ നാദാപുരം രചന നിർവഹിച്ച് അസൻചാലിൽ ആലപിച്ച ചങ്ങാതിമുറ്റം അഹമ്മദ് മുക്ക് 3ാം ഭാഗം വീഡിയോ CD പ്രകാശനം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുന്നു. സാദരം. ലഹരി സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്ത്. ജീവിതത്തിന്റെ സകല സൗന്ദര്യവും നഷ്ടപ്പെട്ട് വിലപിക്കുന്ന ഭാര്യസന്താനങ്ങളും മക്കളും പ്രിയമുള്ളവരെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അരുത്, ലഹരിയോട് കോംപ്രമൈസ് ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓഫീസ് സന്ദർശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ഒന്ന് കയറണ്ടേ? ആരാ? എന്നാൽ ഒരൊറ്റ മിനിറ്റ് ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ വളണ്ടിയർമാരുമായി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. അവിടെ നിന്നാണ് സാർ ഒരു ഫോട്ടോ എടുക്കാൻ വളണ്ടിയർമാരുമായി. പ്രിയപ്പെട്ടവരെ, കേരളീയ രാഷ്ട്രീയ ഗോതയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സൂത്രധാരൻ, മുന്നണി രാഷ്ട്രീയത്തിന്റെ ദുർഘട വീതികളിൽ സമവായത്തിന്റെ വക്താവ്, കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ പകരക്കാരനില്ലാത്ത നേതാവ് ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രൗഢമാം ചടങ്ങിൽ പ്രിയമുള്ളവരെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ജനനായകനോ രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു ധന്യമായ ചടങ്ങിൽ സാന്നിധ്യം കൊണ്ട് പ്രൗഢമാക്കിയ പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രിയമുള്ളവരെ വേദിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ജനാബ്
കെ എം ഷാജി ഇടിമുടക്കം സൃഷ്ടിക്കുന്ന വാക്കുമായി ലീഗ് രാഷ്ട്രീയത്തിന്റെ നയനിലപാടുകൾ ഉദ്ഘോഷിക്കുകയാണ്. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.